തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിലെ സഹകരണ മന്ദിരത്തിൽ, അവിടെ സഹകരണ മന്ദിരമുണ്ട്, ഗുരു നേരിട്ട് സ്ഥാപിച്ചിട്ടുള്ള സഹകരണ മന്ദിരമുണ്ട്, പിന്നെ ഗുരുവിൻ്റെ പർണശാലയുണ്ട്, അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുള്ള ഒരു ആശ്രമമാണ്. അവിടുത്തെ സഹകരണ മന്ദിരത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഈ ഗുരുവിൻ്റെ 100ാമത്തെ വർഷവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി. അവർ നിരവധി പരിപാടികൾ ചെയ്യുന്നു. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ, അതിൻ്റെ ആരംഭം എന്നുള്ളത് 100ൻ്റെ ആരംഭം ഇന്നല്ല, പക്ഷേ അതുമായി ബന്ധപ്പെടുത്തിയ അനുബന്ധ പരിപാടികളിൽ ഒരു പരിപാടി ഇന്ന് സഹകരണ മന്ദിരത്തിൽ നടന്നു. അതിൻ്റെ 3 സെൻറ്റൻസ് ഞാൻ ചാനലിൽ കേട്ടായിരുന്നു, മാധ്യമം ഒരു മീഡിയയിൽ കേട്ടു. 2 സെൻറ്റൻസ് കേട്ടു. പക്ഷേ ആ 2 സെൻറ്റൻസ് ഒരു ഭരണാധികാരി പറയുന്നു എന്നതിനപ്പുറം വലിയ മാനങ്ങളുള്ള കാര്യങ്ങളാണ്. മാനവരാശി നാളിതുവരെ നേടിയ നേട്ടങ്ങൾക്ക് ഒരു കുറവുമില്ല. ഞാൻ ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളല്ല വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അദ്ദേഹം വളരെ കുറഞ്ഞ ചുരുക്കത്തിൽ കുറച്ച് സമയം സംസാരിച്ചു. ഞാൻ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് പൊലിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. മാനവ സമൂഹം എല്ലാ കാലവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു വശത്ത് ഗോത്ര സമൂഹത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് രാജാധികാരത്തിലൂടെ ജനാധിപത്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ എല്ലാ കാലവും അധികാരവും സമ്പത്തും വലിയ വൈകാരിക വിഷയം തന്നെയായിരുന്നു. അതുപോലെ അതിവൈകാരികമായ വിഷയങ്ങളാണ് ഇന്നിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ നടക്കുകയാണ്. കോടാനുകോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിക്കുന്നത്. മനുഷ്യരെ ആത്യന്തികമായി ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമോ? മദ്യപാനത്തിൽ നിന്നും, കള്ളിൽ നിന്നും, ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മാനവരാശിയെ മോചിപ്പിക്കാൻ ആത്യന്തികമായി കഴിയുമോ? കഴിയില്ല എന്നാണ് ലോക ചരിത്രം നാളിതുവരെ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള സമൂഹമുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ആത്മീയതയിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ ശക്തമായ പിന്തുണയിലോ ഭരണകൂടത്തിൻ്റെ വളരെ ശക്തമായ പിന്തുണയിലോ നിയമത്തിൻ്റെ വലിയ കാർക്കശ്യത്തിലോ ജനങ്ങൾ അടങ്ങി ഇരിക്കുന്നതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഫ്രീഡം കിട്ടിയാൽ അവർ പൊട്ടിച്ചു ചാടും. അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത്. പുരുഷവർഗം എന്നും പുരുഷാധിപത്യത്തിൻ്റെയും സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായി രാജാധികാലം മുതൽ ഗോത്രവർഗങ്ങൾ മുതൽ ജനാധിപത്യം വരെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഒരു ഉപകരണമാണ്, ഒരു ഉപഭോഗ വസ്തുവാണ്. പക്ഷേ ഇപ്പോഴെന്തുകൊണ്ടത് സർവതന്ത്ര സ്വതന്ത്രമായി നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരുപാട് ലിബറേഷൻ നടന്നു, സ്വാതന്ത്ര്യം കിട്ടി, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. കുറേ ആളുകൾ ഇത് പണത്തിന് വേണ്ടിയിട്ടെങ്കിലും അവർ മറ്റ് ലൈംഗിക ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങുന്നുണ്ട്. കുറേ ആളുകൾ അല്ലാതെ ചെയ്യുന്നുണ്ട്, സുഖത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പല രൂപത്തിൽ ലോകം ഒരുപാട് കീഴ്മേൽ മറിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ വലിയ യുദ്ധമൊന്നും അങ്ങനെ നടക്കാറില്ല. പണ്ടുകാലത്ത് വില്ലൊടിക്കണം, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ എല്ലാ രാജ്യത്തിലെയും വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാരാകുന്ന മല്ലന്മാർ വന്ന് വില്ലൊടിക്കണം, വില്ല് കുലയ്ക്കണം. ഒരുപാട് കായികമായ അധ്വാനവും ബൗദ്ധിക അധ്വാനവും കാണിച്ചാലേ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സ്ത്രീകൾ തിരഞ്ഞെടുക്കുമായിരുന്നു പുരുഷന്മാർ. ആ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി, പുരുഷന്മാർക്ക് ഒരുപാട് സ്ത്രീകളെ കിട്ടുന്ന കാലവുമായി. അതോടുകൂടി അതിനോടുള്ള ആർത്തി ഇപ്പോൾ കുറവാണ്. അതിൻ്റെ പേരിൽ യുദ്ധങ്ങളും സംവിധാനങ്ങളും രാജ്യത്തും ലോകത്തും വളരെ കുറവാണ്. അതേസമയം സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മനുഷ്യർ മല്ലടിക്കുന്ന കാഴ്ചയുണ്ട്. മതത്തെ രണ്ടായി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും. ഒന്നെന്ന് പറയുന്നത് മറ്റൊരു മതത്തിൻ്റെ, അന്യമതത്തിൻ്റെ, അപരമതത്തിൻ്റെ ഉന്മൂലനനാശത്തിന് വേണ്ടി ചിലർ നേതാക്കളായപ്പോൾ മതത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ വലിയ രക്തച്ചൊരിച്ചിലുകൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. യഹൂദന്മാരെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും, ക്രിസ്തീയ മുസ്ലിം സംഘർഷമായാലും, ഹിന്ദു മുസ്ലിം സംഘർഷമായാലും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായാലും, സിഖുകാരുടെ മറ്റുള്ളവരുടെ സംഘർഷമായാലും, ഒരുപാട് സംഘർഷങ്ങൾ മതത്തിൻ്റെ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ മതം തന്നെ മറ്റൊരു തലത്തിൽ സമാധാനപ്രിയരായ നേതാക്കൾ വരുമ്പോൾ അവർ വളരെ കൃത്യമായി അവരുടെ കൂടെയുള്ള ജനതയെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചിട്ടുമുണ്ട്. അപ്പോൾ മതം 2 തലയുള്ള വാളാണ്. അതിനെങ്ങനെ വേണോ അതിനെ ട്വിസ്റ്റ് ചെയ്യാം. ജനങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിടാം, ജനങ്ങളെ സമാധാനത്തിലേക്ക് നിലനിർത്താം. അങ്ങനെയും വന്നു. പിന്നെയാണ്
വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വല്ലാതെ വളർന്നു വന്നപ്പോൾ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൂടിയപ്പോൾ സ്വാഭാവികമായും ഈഗോയും കോംപ്ലക്സും അധികാരമോഹവും പരസ്പരം പാരയും സ്വത്ത് വെട്ടിപ്പിടിക്കാനുള്ള കാര്യങ്ങളുമൊക്കെ കുറയുകയും ജനാധിപത്യവും പൗരബോധവും വളരുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ താമസിക്കുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ യുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ക്ലോണിങ്ങിൻ്റെയും വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും എല്ലാ സാധ്യതകളും മനുഷ്യൻ പ്രയോജനപ്പെടുത്തുമ്പോഴും അവൻ സ്വാർത്ഥനാണ്. ഒരു കാലഘട്ടത്തിൽ ഗോത്രവർഗമാണ് ലോകത്തെ ഭരിച്ചിരുന്നതെങ്കിൽ അത് രാജാധികാരത്തിനും രാജാക്കന്മാരായിരുന്നു സ്വത്തും പണവും ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അത് മാറി ബൂർഷ്വകളത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ, സാമ്രാജ്യത്വ ശക്തികൾ അത് കൈകാര്യം ചെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ, കൊളോണിയൽ രാജ്യങ്ങൾ അത് കോളനിവൽക്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സമ്പത്ത് കീഴടക്കാൻ യൂറോപ്യന്മാർ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ നിറം മാറി, അതിൻ്റെ രൂപം മാത്രം മാറി, ഭാവം മാറിയിട്ടില്ല. ഇന്ന് കോർപ്പറേറ്റുകളാണ് ലോകം ഭരിക്കുന്നത്. ആ ഒരു വ്യത്യാസത്തിലേക്ക് വന്നു. ഗോത്രവർഗത്തിൽ നിന്ന് കോർപ്പറേറ്റിലേക്കുള്ള വളർച്ച എന്നതപ്പുറം ഒരു കാരണവശാലും സ്വത്ത് പങ്കുവയ്ക്കുന്നതിൽ, എല്ലാവർക്കും സമാധാനമായി ജീവിക്കുന്നതിൽ, സന്തോഷമായി ജീവിക്കുന്നതിൽ ഇനിയും ഭൂമി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുട്ടിൽ തന്നെയാണ്. ആ ഇരുട്ടിനെ മാറ്റാൻ ഒരു ആത്മീയ നേതാവിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരു മത നേതാവിനും കഴിയുന്നില്ല. നമ്മൾ ഒരുപാട് തത്വങ്ങൾ പറയും, ഒരുപാട് ശാസ്ത്രത്തെക്കുറിച്ച് വാചാലമാകും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും, ഗുരുക്കന്മാർ പറയുന്ന ഗുരുവാണികൾ നമ്മൾ പറയും, ഗുരുവചനങ്ങൾ പറയും, നമ്മൾ ഒരുപാട് സാഹിത്യം പറയും, വലിയ തോതിൽ വർത്തമാനം പറയും. പക്ഷേ മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു 50, 60, 70 കിലയുള്ള ഒരു മനുഷ്യ ശരീരമുണ്ടല്ലോ, അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മനസ്സിനെ, അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തെ, അവൻ്റെ ഉള്ളിലിരിക്കുന്ന തലച്ചോറിനെ മാറ്റാൻ നമുക്കിതുവരെ കഴിയുന്നില്ല. അവൻ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒരുപാട് ദുരാഗ്രഹങ്ങളുടെയും അത്യാഗ്രഹങ്ങളുടെയും ആഡംബരത്തിൻ്റെയും അനാവശ്യത്തിൻ്റെയും ലോകത്ത് തന്നെയാണ് അവർ അഭിരമിക്കുന്നത്. അതിൽ ആരെ എടുത്താലും അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. ലോകരാജ്യങ്ങൾ ഏതെടുത്താലും അതിൽ നിന്ന് മോചനമുണ്ടാക്കാൻ കഴിയില്ല. ഭൂട്ടാൻ പോലെ ഉള്ള ബുദ്ധമതത്തെ വല്ലാതെ പ്രയോജനപ്പെടുത്തുന്ന ഭൂട്ടാൻ പോലുള്ള ചില രാജ്യങ്ങൾ ഒഴിവാക്കി. അത് ഞാൻ പറഞ്ഞു, മതത്തിൻ്റെ കർക്കശ്യമായ നിയമങ്ങളിലോ അല്ലെങ്കിൽ ആ തരത്തിൽ മനസ്സിലാക്കിയ ഒരു ജനത ചിലപ്പോൾ കുറേ ക്ഷമിക്കും. അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലും ചൈനയിലൊക്കെ ഉള്ളതുപോലെ കർക്കശമായ നിയമമുണ്ടെങ്കിലും, വളരെ കർക്കശത്തോടുള്ള നിയമമുണ്ടെങ്കിലും ജനങ്ങൾ അടങ്ങിയിരിക്കും. പക്ഷേ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത്, സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന രാജ്യത്ത്, വലിയ ഭരണഘടനയുള്ള രാജ്യത്ത് മനുഷ്യർ അവരുടെ എല്ലാ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും അധികാര വടംവലിയും സ്വജനപക്ഷപാതവും അഴിമതിയും എല്ലാം കാണിച്ചു കൊണ്ടിരിക്കും. അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കാണിക്കും, കോൺഗ്രസ്സുകാരനായാലും കാണിക്കും, BJPക്കാരനായാലും കാണിക്കും, ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരായാലും കാണിക്കും, ഏതു മതസംഘടനയിൽപ്പെട്ടവരായാലും കാണിക്കും, ഏതു സന്നദ്ധ സംഘടനയിൽപ്പെട്ടവരായാലും കാണിക്കും. അപ്പോഴാണൊരു ചോദ്യം, വി.ഡി. സതീശൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്: മാനവർ എങ്ങനെയാണ് മാറുന്നത്? മാനവരെ ആരാണ് മാറ്റുന്നത്? അവിടെ വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. മാനവരാശി എങ്ങനെയാണ് മോചനത്തിലേക്ക് വരുന്നത്? ഉറങ്ങിയിരിക്കുന്നവന്, അവന് ഉണ്ടിരിക്കുന്നവൻ്റെ ഉൾവിളി പോലെ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി നമുക്ക് അടിച്ചു വിടാം. മനസ്സാണ് പ്രധാനമെന്നും ചിന്തയാണ് കുഴപ്പമെന്നും, താമര ചെളിയിലല്ലേ നിൽക്കുന്നത്, എന്നിട്ടും താമരയായില്ലേ, മുള്ളും പൂവും കൂടെ ഇല്ലേ, എന്നിട്ട് പൂവ് ശോഭിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, സ്വജനപക്ഷപാതത്തിൻ്റെ, യുദ്ധത്തിൻ്റെ, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നതിൻ്റെ പുതിയ ലോകത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു പോയാൽ ഒരുപാട് നമുക്ക് നീട്ടേണ്ടി വരും. ഗോത്രവർഗത്തിൽ ആരംഭിച്ച് രാജാധിപത്യത്തിലൂടെ, ബൂർഷ്വാസിയിലൂടെ, സാമ്രാജ്യത്വത്തിലൂടെയൊക്കെ എത്തി കോർപ്പറേറ്റ് വൽക്കരണത്തിലെത്തി നിൽക്കുമ്പോഴും മാനവൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു വിഷയമാണ്. അങ്ങനെ മൂല്യാധിഷ്ഠിതമായ, പൗരബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമം, ഒരു ജനാധിപത്യക്രമം നമ്മൾ എന്നാണ് ഉണ്ടാക്കിയെടുക്കുക? ആർക്കാണ് കഴിയുക? ഏത് ഭരണാധികാരിക്കാണ് കഴിയുക? ഏത് ഭരണകൂടത്തിനാണ് കഴിയുക? ഏത് ആത്മീയ പ്രസ്ഥാനത്തിനാണ് കഴിയുക? ആർക്കാണ് കഴിയുക എന്നുള്ള ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. ആ ചോദ്യം പോലും ഈ തിരക്കിനിടയിൽ ചോദിക്കാൻ ആളില്ല എന്നും ചോദിക്കുന്നവർക്ക് സ്പേസ് ഇല്ല എന്നുള്ള പുതിയ സമൂഹത്തിൽ ക്രിയേറ്റീവായി ചിന്തിക്കുന്നവർക്ക്
ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു സ്പേസുമില്ലാത്ത ഒരു സമൂഹമായി കേരളവും ഭാരതവും ലോകവും മാറുമ്പോൾ എവിടെയാണ് നന്മ, എവിടെയാണ് തിന്മ? എല്ലാം പങ്കുവയ്ക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ബന്ധങ്ങളുടെയും സ്വാധീനത്താൽ പങ്കുവയ്ക്കപ്പെട്ടു പോകുമ്പോൾ എവിടെയാണ് ക്രിയാത്മകത, എവിടെയാണ് നന്മ, എവിടെയാണ് മാനവൻ്റെ മോചനം എന്ന് നമുക്കൊരു തരത്തിലും തിരിയുന്നില്ല.